മകരവിളക്കിനൊരുങ്ങി ശബരിമല സന്നിധാനം. മകരജ്യോതി കാണാൻ പർണശാലകൾ ഒരുക്കി കാത്തിരിക്കുകയാണ് തീർത്ഥാടക ലക്ഷങ്ങൾ. തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് 6 മണിയോടെ സന്നിധാനത്തെത്തും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ 24-നോട് പറഞ്ഞു. മകരസംക്രമ നാളിൽ ശരണമുഖരിതമാണ് സന്നിധാനം. പരിസര പ്രദേശങ്ങളിലാകെ പർണശാലകൾ കെട്ടി കാത്തിരിക്കുകയാണ് തീർത്ഥാടകർ. തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് 6 മണിയോടെ സന്നിധാനത്തെത്തിച്ചേരും. തുടർന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തി ദീപാരാധന തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. സന്നിധാനത്ത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. സന്നിധാന ക്ഷേത്രമൊക്കെ അലങ്കരിച്ചിട്ടിരിക്കുകയാണ്. ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ഇത് കാണാനുള്ള പാസ് കൊടുക്കൽ തുടങ്ങിയ ഒരുപാട് കൊച്ചു പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. പാസുകളൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട്. കുറെ തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയെന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ അറിയിച്ചു. മകരവിളക്കിന്റെ തയ്യാറെടുപ്പുകൾ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. സുഗമമായ ദർശനം മകരവിളക്കിന്റെ സമയത്ത് ഉറപ്പാക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും സംജാതമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് പൊതുവിൽ സൂചിപ്പിക്കാനുള്ളത്. സന്നിധാനത്ത് പുറമെ പമ്പയിലും നിലയ്ക്കലിലും പുല്ലുമേട്ടിലും മകരജ്യോതി ദർശിക്കാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകരെ കർശനമായി നിയന്ത്രിച്ചാണ് ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. 24 സന്നിധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.